പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം തരം ഹിന്ദി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ക്രീനിൽ കാണുന്നത് വിഷസ് യു ഓൾ എ ഹാപ്പി പൊങ്കൽ സംക്രാന്തി. അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഇമേജ് ഇടാൻ കാരണം നമ്മൾ പഠിക്കുന്ന ബസന്ത് മേരെ ഗാവുക എന്ന പാഠവുമായി ബന്ധപ്പെട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? മുകേഷ് നൗട്ടിയാൽ എന്ന് പറയുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനക്കാരനായ ലേഖകൻ എഴുതിയ ഒരു ലേഖനമാണ് ബസന്ത് മേരെ ഗാവുക. അതിൽ പറയുന്നത്, मकर संक्रांति के बाद सूरज पंचाचूली के शिखरों से चौखंबा पर्वत की तरफ खिसकना शुरू कर देता है. दादी कहती थी कि जेठ तक सूरज हर सुबह बालिश्त भर छलांग मारता है. पंचाचूली से चौखंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു ചിത്രം വിഷസ് യു ഓൾ എ ഹാപ്പി പൊങ്കൽ. ഈ പൊങ്കൽ അല്ലെങ്കിൽ സംക്രാന്തി എന്ന് പറയുന്നത് മകരസംക്രാന്തിയാണ് ഉദ്ദേശിക്കുന്നത്. മകരമാസം തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ആണ് സംക്രാന്തി, മകരസംക്രാന്തി. അപ്പോൾ മകരം 1-ന് തൊട്ട് തലേ ദിവസം അന്നാണ് പുതിയ മാസത്തിലേക്ക് മാറുന്നത്. അതിനാണ് സംക്രമം എന്ന് പറഞ്ഞാൽ മാറലാണ്. അപ്പോൾ നമ്മൾ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഈ വർഷത്തെ കലണ്ടർ ജനുവരി മാസം 2021 ജനുവരി. ഇതിൽ നോക്കിയാൽ നിങ്ങളിത് ഇവിടെ ഏറ്റവും അടുത്ത അറ്റത്ത് നമ്മുടെ മലയാള മാസങ്ങളാണ്. നമ്മൾ മലയാള മാസങ്ങൾ പറയുന്നത് കൊല്ലവർഷം 1196 ധനു മകരം അല്ലേ. അപ്പോൾ ഈ മകരമാസം തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ മകരം എന്ന് എഴുതിയിട്ടുണ്ട്. 14-ാം തീയതി, അതായത് നാളെയാണ് മകരം 1. ഇവിടെ കാണുന്ന 1 എന്നുള്ളത് ആ തീയതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനുവരി 14-നാണ് മകരം 1 തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പിന്നെയും ചില ദിവസങ്ങൾ തീയതികൾ ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ 24 എന്ന് കൊടുത്തിട്ടുണ്ട്, 30 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ മേലെ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മേലെയുള്ള 1-ഉം ഇവിടെയുള്ള 1-ഉം ഇത് നമ്മൾ പറഞ്ഞു കേരളത്തിലെ മലയാള മാസങ്ങളിൽ മകരം 1-ാം തീയതിയാണ്. ഈ മേലെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ത്യ മൊത്തം അംഗീകരിച്ച ശകവർഷം എന്ന് പറയുന്ന കലണ്ടറിൽ നമ്മളിപ്പം പാഠത്തിൽ ബസന്ത് മേരെ ഗാവുക എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ച ആ മകരമാസം 1-ാം തീയതി, അതിൻ്റെ തലേ ദിവസമാണ് സംക്രാന്തി. അപ്പോൾ ഈ നാളെയാണ് ഇപ്പോൾ ഇവിടെ തൈപ്പൊങ്കൽ അല്ലെങ്കിൽ പൊങ്കൽ ആഘോഷിക്കുന്നതെങ്കിൽ മകരസംക്രാന്തി എന്ന് പറയുന്നത് അതിൻ്റെ തലേ ദിവസമാണ്, 13-ാം തീയതി ഇന്നാണ്. അപ്പോൾ ഇന്നാണ് മകരസംക്രാന്തി. പൊങ്കൽ തമിഴ്നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആഘോഷമാണ് പൊങ്കൽ, അത് നാളെയാണ്. ഇനി ഈ മാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഞാനിവിടെ പറഞ്ഞു. നമ്മളെ ഈ കലണ്ടർ നമ്മൾ സാധാരണ അംഗീകരിക്കുന്ന ഇംഗ്ലീഷ് മാസങ്ങൾ ജനുവരി 2021 എന്നുള്ളത് ഇംഗ്ലീഷ് മാസങ്ങളാണ്. 1196 ധനു മകരം എന്നുള്ളത് മലയാള മാസമാണ്. പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ പ്രത്യേക കലണ്ടറുണ്ട്. അവരുടെ തമിഴ് കലണ്ടർ അനുസരിച്ച് 1430-ാമത്തെ കൊല്ലമാണ് മാർഗഴി തൈ മാസം എന്ന് പറയുന്നതാണ് തൈപ്പൊങ്കൽ എന്ന് പറയുന്ന കാരണം. മകരമാസത്തിന് അവർ തൈ മാസം എന്ന് പറയും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഉത്തരേന്ത്യയിൽ ശകവർഷമാണ് നമ്മളെ മലയാള മാസം പോലെ അവർ ഉപയോഗിക്കുന്ന മറ്റൊരു കലണ്ടർ. അപ്പോൾ ആ ശകവർഷ കലണ്ടർ പ്രകാരം 1942 പൗഷം മാഘം. അപ്പോൾ മാഘം എന്ന് പറഞ്ഞാൽ മകരാണ്. മാഘമാസത്തിലാണ് ഈ മകരസംക്രാന്തി വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ മകരം 1 വരുന്നത് നമ്മളിവിടെ കണ്ടു, നാളെയാണ്. അതിൻ്റെ തലേ ദിവസമാണ് മകരസംക്രാന്തി. ധനു മാസത്തിൻ്റെ അവസാനത്തെ ദിവസം, അത് മകരത്തിലേക്ക് മാറുമ്പോഴാണ് മകരസംക്രാന്തി. ഇനി ഇവിടെ 1442 ജമാദുൽ അവൽ ജമാദുൽ ആഖിർ എന്ന് പറയുന്നത് അറബിക് കലണ്ടറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കലണ്ടറിൽ, മാതൃഭൂമി കലണ്ടറിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ കാണാം. ഇംഗ്ലീഷ് മാസങ്ങളുണ്ട്, മലയാള മാസങ്ങളുണ്ട്, തമിഴ് മാസം കൊടുത്തിട്ടുണ്ട്,
ശകവർഷം ഉത്തരേന്ത്യയിൽ അനുസരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അവരുടെ കലണ്ടർ ശകവർഷ കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അറബിക് കലണ്ടറും കൊടുത്തിട്ടുണ്ട്. അല്ല, ഹിജറ വർഷം എന്ന് പറയും. അപ്പോൾ ഹിജറ വർഷത്തിലെ ആ കലണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം, ഈ കലണ്ടർ പ്രകാരം നാളെയാണ് മകരമാസം തുടങ്ങുന്നതെങ്കിൽ ഇന്നാണ് മകരസംക്രമം. അപ്പോൾ ഈ മകരസംക്രമത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ മകർ സംക്രാന്തി കെ ബാദ് സൂരജ് പഞ്ചാചൂളി കെ ശിഖരോം സേ ചൗഖംബ പർവ്വത് കി തരഫ് ഖിസക്കന ശുരു കർ ദേത്താ ഹേ. ഈ പാഠത്തിലെ മകരസംക്രാന്തിയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ പൊതുവെ പ്രത്യേകിച്ച് ഹിമാലയ പർവ്വത പ്രദേശത്ത് ബസന്തകാൽ ആരംഭിക്കുന്നത് മകരസംക്രാന്തി ദിവസം മുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഞാൻ ഈ ചിത്രം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇവിടെയാണ് ഹരിയാന, ഡൽഹി. ഈ ഹരിയാനയുടെ ഈ ചെറിയൊരു ഇവിടെയാണ് ഡൽഹി വരിക. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് ഉത്തർപ്രദേശ്. നേപ്പാൾ നമുക്കറിയാം, നമ്മുടെ അയൽ രാജ്യമാണ് നേപ്പാൾ. അതുപോലെ ഇവിടെ ഈ വെളുത്ത നിറം കാണുന്നത് അയൽ രാജ്യങ്ങളാണ്, ഭൂട്ടാൻ, നേപ്പാൾ. ഇപ്പുറത്ത് പാകിസ്ഥാൻ വരും. പിന്നെ നമ്മൾ ഈ കാണുന്ന ചൈനയുടെ കുറേ ഭാഗങ്ങൾ, നമ്മൾ ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനം, അതുപോലെ ഹിമാചൽ പ്രദേശ്, കാശ്മീരും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു വലിയ രാജ്യമാണ് ചൈന. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ്, ഈ ഇളം വയലറ്റ് നിറത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഉത്തരാഖണ്ഡ്. ഇവിടെയാണ് നമ്മൾ ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം പഠിക്കുന്നത്, ഈ പാഠത്തിൽ വരുന്നത്. അവിടുത്തെ ഉത്തരാഖണ്ഡിലെ ബസന്തകാലത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം അല്ലേ. അപ്പോൾ ഈ ഉത്തർപ്രദേശിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. ഇതിൻ്റെ അയൽവക്കത്തായിട്ട് വരുന്നത് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് വരുന്നത്. ചൈനയുമായി അതിർത്തിയുണ്ട് ഉത്തരാഖണ്ഡിന്. പിന്നെ ഇപ്പുറത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശും ഇതിൻ്റെ അയൽ സംസ്ഥാനമാണ്. അപ്പോൾ രാജ്യങ്ങളുമായിട്ടും അതിർത്തി പങ്കിടും. നേപ്പാൾ രാജ്യവുമായിട്ട് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന് അതിർത്തിയുണ്ട്, ചൈനയുമായി അതിർത്തിയുണ്ട്. സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഈ ഭാഗത്ത് ഡൽഹി ഇപ്പുറത്താണ്, ഉത്തർപ്രദേശ് ഇവിടെ ഈ മഞ്ഞ നിറത്തിൽ, ഇവിടെ ഹിമാചൽ പ്രദേശ്. ഇത് നമ്മൾ ഇന്ത്യൻ്റെ മൊത്തം ഒരു സ്ഥിതി നോക്കിയാൽ കാശ്മീർ മുതൽ അതിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗങ്ങളൊക്കെ വരും. ഇവിടെ അരുണാചൽ പ്രദേശ് വരെ നീണ്ടു കിടക്കുന്ന ഒരു പർവ്വതനിര, ഇന്ത്യയുടെ വടക്ക് ഭാഗം മൊത്തം, ഇന്ത്യയുടെ വടക്കേ അതിർത്തി മൊത്തം ഒരു കോട്ട പോലെ സംരക്ഷിക്കുന്ന ഒരു വലിയ കാവൽക്കാരനായിട്ടാണ് നിങ്ങൾക്കിവിടെ ഹിമാലയത്തെ കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഈ അരുണാചൽ പ്രദേശ് ഭാഗത്ത് ഹിമാലയ പർവ്വതത്തിൻ്റെ കൊടുമുടികൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾക്ക് ഉയരം കുറവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, എന്താ എവറസ്റ്റ്, നേപ്പാളിലാണ് എവറസ്റ്റ് വരുന്നത്. എവറസ്റ്റ്, കാഞ്ചൻജംഗ പേരെഴുതിയിട്ടുണ്ട്. ലോകത്തിലെ വലിയ പർവ്വതങ്ങൾ, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഉൾപ്പെടുന്ന എവറസ്റ്റ്, കാഞ്ചൻജംഗ, ധൗളഗിരി, ഇന്നർ ഡോൾപ്പോ, ഇങ്ങനെ ഓരോ പർവ്വതനിരകൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെ വളരെ ഉയരം കൂടിയ കൊടുമുടികളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളാണ്. ഇവിടെയാണ് ചൈനയിലായിട്ട് ശരിക്കും ഇവിടെ ഒരു ടിബറ്റ് എന്ന് പറയുന്ന രാജ്യമുണ്ട്. ഇപ്പോൾ അത് ചൈന കൈയടക്കിയിട്ടുള്ളത്. അവിടെയാണ് മൗണ്ട് കൈലാസ പർവ്വതം. അപ്പോൾ ഈ പർവ്വതങ്ങളെയൊക്കെ ഇവിടെ ഈ കാരക്കോറം, പാമീർ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗങ്ങളാണ്, ഹിമാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. ഹിന്ദുക്കുഷ്. പിന്നെ ഇവിടെ കാണുന്ന നങ്ക പർബത്ത് പാകിസ്ഥാനിലാണ്. അതുപോലെ ഇവിടെ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ വരും, ഇവിടെ അഫ്ഗാനിസ്ഥാൻ വരും. ഇതൊക്കെ ഇവിടെയൊക്കെ ഹിമാലയ പർവ്വതം വളരെ നീളത്തിൽ പർവ്വത നിരകളാണ്. ആ നിരകളുടെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേപ്പാൾ കഴിഞ്ഞിട്ട് ഇവിടെയാണ്, ഈ കാണുന്ന സ്ഥലത്താണ് നേപ്പാളിൻ്റെ അതിർത്തിയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ ഉത്തരാഖണ്ഡ് സംസ്ഥാനം വരിക. ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിനടുത്തായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ചൗഖംബ, അതുപോലെ പഞ്ചാചൂളി, നന്ദാ പർവ്വതമൊക്കെ ഇവിടെയാണ് വരുന്നത്. ശരി,
അപ്പോൾ നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ. मकर संक्रांति के बाद सूरज पंजाचोली के शिखरों से चौखंबा पर्वत की तरफ खिसकना शुरू कर देता है. दादी कहती थी जेठ तक सूरज हर सुबह 42 भर छलांग मारता है. पंजाचोली से चौखंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लगता है. അപ്പോൾ മകരസംക്രാന്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ജനുവരി 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതിയാണ് വസന്തകാലം ആരംഭിക്കുന്നത്. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വസന്തകാലം അല്ലേ. ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ, മാർച്ച് 15 വരെ നീണ്ടു നിൽക്കുന്ന വസന്തകാലം. അടുത്തത് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ മുമ്പേ ചർച്ച ചെയ്ത കാര്യം, എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഋതുക്കൾ, കാലാവസ്ഥകൾ മാറി മാറി വരുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ഒരു ആദ്യത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പം നമ്മളെ ഭൂമിയുടെ ആകൃതി പൂർണ്ണ വൃത്താകൃതിയല്ല, ജിയോയിഡ് എന്ന് പറയും അല്ലേ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നിട്ടും ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ അല്പം കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടുള്ള പ്രത്യേകമായ ആകൃതിയാണ്. പക്ഷെ നമ്മളൊരു ഗോളാകൃതി എന്ന് കരുതിയാൽ ഈ ഗോളത്തിൻ്റെ കൃത്യ നടുവിലൂടെ ഒരു 90 ഡിഗ്രിയിൽ അല്ലേ, ഇത് ഈ പോയിന്റ് 0 ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരു രേഖ വരച്ചാൽ ശരിക്കും ഈ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി കറങ്ങേണ്ടത്. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഭൂമി യഥാർത്ഥ അച്ചുതണ്ടിൽ നിന്നും 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടുള്ള ഒരു അച്ചുതണ്ടിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ അച്ചുതണ്ടിൻ്റെ 23.5 ഡിഗ്രി ചെരിവ് ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് 6 ഋതുക്കൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. ഇതാണ് ഭൂമധ്യരേഖാ പ്രദേശം. അപ്പോൾ ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് സൂര്യനെ നോക്കുന്ന ഒരാൾ, സൂര്യൻ 3 മാസം ഇങ്ങോട്ടേക്കും പിന്നെ 3 മാസം തിരിച്ചിങ്ങോട്ടേക്കും പിന്നെ വീണ്ടും 3 മാസം അങ്ങോട്ട് പിന്നെ വീണ്ടും 3 മാസം ഇങ്ങോട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതായി കാണപ്പെടുന്നു. തലക്ക് നേരെ മേലെ എപ്പോഴും കാണൂല. അതേസമയം അച്ചുതണ്ട് ഇതായിരുന്നെങ്കിൽ തലക്ക് നേരെ മേലെ എപ്പോഴും കണ്ടേനെ. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചെരിഞ്ഞത് കാരണമാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. രണ്ടാമത് അതിൻ്റെ കൂടെ തന്നെ അച്ചുതണ്ടിൻ്റെ ചെരിവ് മാത്രമല്ല കാരണം, സൂര്യന് ചുറ്റും ഭൂമി പരിക്രമണം ചെയ്യുന്നത് ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ കൂടെയാണ്. അപ്പോൾ ഭൂമിയുടെ പരിക്രമണ പഥവും അതുപോലെ അച്ചുതണ്ടിൻ്റെ ചെരിവും ഇത് രണ്ടും ഈ കാലാവസ്ഥ ഒരു വർഷം തന്നെ സീസൺസ് ഓഫ് ദ എർത്ത് അല്ലെ ഋതുക്കൾ മാറി മാറി വരുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇതിങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സാമൂഹ്യത്തിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടുന്ന് മാർച്ച് ഈ സമയത്ത് ഇവിടെയാണ് നമ്മളെ ഈ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ വസന്തകാലം ഇവിടെയാണ് വരിക. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജൂൺ, ശരിക്കും ഇവിടെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വസന്തകാലം കഴിഞ്ഞാൽ പിന്നെ ഇത് വരും, പിന്നെ ഗ്രീഷ്മകാലം, ചൂടുകാലം വരും അല്ലേ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വസന്തകാലം അത് കഴിഞ്ഞാൽ ഡിസംബറൊക്കെ ഹേമന്തകാലത്തിൽ വരും അല്ലേ. ഡിസംബറിൽ ഹേമന്തം എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സാമൂഹ്യത്തിൽ വിശദമായി വിവിധ ഋതുക്കൾ, അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടതുപോലെ ഭൂമധ്യരേഖ, പിന്നെ അത് കഴിഞ്ഞ് 23.5 ഡിഗ്രി വരെ വടക്കാണെങ്കിൽ അത് ഉത്തരായന രേഖ, തെക്ക് ദക്ഷിണായന രേഖ. അപ്പോൾ സൂര്യൻ ഉത്തരായന രേഖ മുതൽ ദക്ഷിണായന രേഖ മുതലേ സഞ്ചരിക്കുന്നു, ദക്ഷിണായനം മുതൽ ഉത്തരായനം വരെ സഞ്ചരിക്കുന്നതായി തോന്നുന്നു. ഇതാണ് അയനം, സഞ്ചാരം. അത് കഴിഞ്ഞുള്ള 66 ഡിഗ്രി എത്രയാണ് ഇതിൻ്റെ ഓരോ ഇതിനെക്കുറിച്ച് അക്ഷാംശ രേഖകൾ അതുപോലെ രേഖാംശ രേഖകളെക്കുറിച്ചൊക്കെ നിങ്ങൾ, അതുപോലെ ഭൂമധ്യരേഖയെക്കുറിച്ചുമൊക്കെ നിങ്ങൾ സാമൂഹ്യത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം ഈ പാഠത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ.